നമസ്കാരം, ഞാൻ അമല PR 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് MT വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന നോവലിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഏകാഗ്രിയും നിസ്സഹായരുമായ മനുഷ്യരുടെ കഥകൾ പറഞ്ഞ മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് മാടത്ത് തെക്കേപ്പത്ത് വാസുദേവൻ നായർ എന്ന MT വാസുദേവൻ നായർ. ഏകാന്ത ദുഃഖങ്ങളെ ധ്വനിമധുരമായ കാവ്യങ്ങളാക്കി മാറ്റിയ മലയാള സാഹിത്യത്തിലെ പ്രതിഭാശാലിയാണ് MT വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ എക്കാലവും മികച്ചു നിൽക്കുന്ന കൃതികളിലൊന്നാണ് മഞ്ഞ്. മഞ്ഞുമൂടിയ നൈനിറ്റാളിന്റെ പശ്ചാത്തലത്തിൽ കാത്തിരിപ്പിന്റെ കാഴ്ചയാണ് മഞ്ഞ്. സുധീർ കുമാർ മിശ്രയുടെ ഓർമ്മകളുടെ മഞ്ഞാണ് വിമലയെ ചൂടി നിൽക്കുന്നത്. വിമലയ്ക്ക് മാത്രമല്ല മഞ്ഞ് കാത്തിരിപ്പാകുന്നത്. നോവലിലെ ഓരോ കഥാപാത്രങ്ങളിലും MT കാത്തിരിപ്പിന്റെ മഞ്ഞ് ചൊരിയുന്നു. മനസ്സിലൊരു പിടച്ചിലില്ലാതെ ഈ നോവൽ വായിച്ചവസാനിപ്പിക്കാൻ സാധിക്കില്ല. ശില്പഭദ്രതയാൽ MT മലയാള വായനക്കാരെ അമ്പരപ്പിച്ച നോവലാണ് മഞ്ഞ്. മഞ്ഞ് പോലെ സാന്ദ്രമായ ഒരു ഘടനയാണ് ഈ ചെറു നോവലിന്. മഞ്ഞിൻ കടം പോലെ കുളിർമയാർന്നത്. എന്നാൽ മഞ്ഞുതുള്ളി പോലെ നശ്വരമല്ല ഈ ചെറു നോവൽ. പ്രസിദ്ധമായ മഞ്ഞ് തുടങ്ങുന്നത് തന്നെ വായിക്കാൻ ഒന്നുമില്ല എന്ന വാക്യത്തോടു കൂടിയാണ്. മറ്റേതെങ്കിലും ഒരു കൃതിയിൽ വായനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു എന്ന് തോന്നുന്നില്ല. മഞ്ഞ് പുതച്ച മേഘങ്ങളെ തൊട്ടുപോകുന്ന മലനിരകളും ആപ്പിൾ തോട്ടങ്ങളും പൈൻ മരങ്ങളും തുടങ്ങി പ്രകൃതിയുടെ മനോഹാരിത അത്രമേലുള്ള നൈനിറ്റാളിലാണ് കഥ നടക്കുന്നത്. അവിടുത്തെ ഒരു ബോർഡിംഗ് സ്കൂളിലെ അധ്യാപികയാണ് വിമല. കുട്ടിക്കാലത്തെ നൊമ്പരങ്ങളും ഏകാന്തതകളും എല്ലാമായി തികച്ചും ഒരു അന്തർമുഖിയായിട്ടാണ് അവൾ ജീവിക്കുന്നത്. അവളുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ഒരു മനുഷ്യൻ കടന്നു വരുന്നു. സുധീർ കുമാർ മിശ്ര. എഴുത്തുകാരന്റെ രീതിയിൽ പറയുകയാണെങ്കിൽ കാലത്തിന്റെ നടപ്പാതയിൽ കാത്തുവെച്ചൊരു നിമിഷം. എന്നാൽ പെട്ടെന്നൊരു ദിവസം അദ്ദേഹം തിരികെ വരാമെന്ന് പറഞ്ഞ് യാത്രയാകുന്നു. ആ മനുഷ്യന് വേണ്ടിയാണ് കഴിഞ്ഞ 9 വർഷമായി വിമല കാത്തു നിൽക്കുന്നത്. വിമലയ്ക്ക് സമാന്തരമായ മറ്റൊരു കാത്തിരിപ്പുകാരനെ നമുക്ക് നോവലിൽ കാണാൻ സാധിക്കും. ബാല്യകാലത്ത് അമ്മ നൽകിയ ഓർമ്മ ചിത്രവുമായി ശിശിരകാലത്തെത്തുന്ന ഓരോ സഞ്ചാരികളുടെ ഇടയിലും വെള്ളക്കാരനായ തന്റെ പിതാവിനെ തേടുന്ന ബുദ്ധു എന്ന മേഫ്ലവറിലെ തോണിക്കാരൻ. ഒടുവിൽ സഞ്ചാരികളെല്ലാം മടങ്ങിപ്പോയി കഴിഞ്ഞിട്ടും പ്രതീക്ഷയുടെ ഉറവ് പറ്റാത്ത കണ്ണുമായി കടവത്ത് കാത്തു നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ പറയുന്ന ഒരു വാക്കുണ്ട്, പ്രതീക്ഷയുടെ വാക്ക്. വരും, വരാതിരിക്കില്ല എന്ന്. കടം ചോദിച്ചൊരു സായാഹ്നം ബാക്കി കിടപ്പുണ്ട്, മറക്കരുത് ടീച്ചർജി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ബോണസായി നൽകിയ 4 മാസത്തെ ജീവിതം സന്തോഷകരമായി ജീവിക്കാൻ എത്തിയ സർദാർജിയും മഞ്ഞിന്റെ അവിസ്മരണീയമായ ഒരു ഓർമ്മയാണ്. ഈ നോവൽ വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം പേജ് നമ്പർ 77 സർദാർജി വിമലയോട് പറയുന്നുണ്ടല്ലോ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, കാരണമൊന്നുമില്ല, പരിഭ്രമിക്കാനും ഒന്നുമില്ല, വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതില്ല, ഒന്നും ചെയ്യില്ല, വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഉപാധികളില്ലാതെ സ്നേഹത്തിന്റെ കടക്കു പുസ്തകം സൂക്ഷിക്കാത്ത ചില മനുഷ്യരെയാണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, ഉപാധികളില്ലാത്ത സ്നേഹം എത്ര മനോഹരമാണ്. നോവൽ വായിച്ചു കഴിഞ്ഞാലും അതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ മായ നിൽക്കും. കഥയിലെ കേന്ദ്ര കഥാപാത്രമായ വിമലയെ പറ്റി പറയുകയാണെങ്കിൽ, നാളേക്കും ഇന്നലേക്കും ഇടയിൽ മുഴുവൻ വേനൽക്കാലവും കഴിച്ചുകൂട്ടി കാത്തിരിപ്പിന്റെ ആത്മനിർവൃതി ഒരു പെണ്ണ്, അല്ലെങ്കിൽ മലകളുടെ കുഴിമാടത്തിൽ വർഷങ്ങളുടെ തടവുകാരി. വിമലയുടെ അവസ്ഥ എന്ത് കാവ്യാത്മകമായാണ് നോവലിൽ വരച്ചു കാട്ടുന്നത്. MTക്കല്ലാതെ ഇങ്ങനെ ഭാവസാന്ദ്രമായ ധാരാളം വാക്കുകൾ മറ്റാർക്കാണ് പറയാൻ സാധിക്കുക? വിമലയുടെ കണിശക്കാരനായ അച്ഛനും അച്ഛൻ വീണുപോയതോടെ ശിഥിലമായ കുടുംബത്തെയും എല്ലാം വായനയുടെ ഒടുവിലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ മായാതെ കിടക്കുകയാണ്. പിതാവിന്റെ വേർപാടിൽ ദുഃഖിതയായ വിമലയോട് മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് മരിച്ചവരെ ഓർത്തുറക്കം കളയരുത്, ജീവിച്ചിരിക്കുന്നവർ ധാരാളമുണ്ടല്ലോ ഈ ഭൂമിയിൽ എന്ന് പറയുന്ന സർദാർജിയും മഞ്ഞിന്റെ അവിസ്മരണീയമായ ഒരു ഓർമ്മയാണ്. കഥകൾ ആത്മാവിൽ നിന്നൊഴുകുമ്പോൾ കവിതയാകുന്നു എന്നാണല്ലോ നോവലിൽ പരാമർശിച്ചിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ MTയുടെ ഹൃദ്യമായ ഒരു ഭാവകാവ്യമാണ് ഈ നോവൽ. നോവലിന്റെ പല ഭാഗത്തും നമുക്കത് ആസ്വദിക്കാൻ സാധിക്കും. ലളിതമായ ഭാഷയിലൂടെ ഒരു സംഗീതം പോലെ മലയാളികളുടെ മനസ്സിലേക്ക് പെയ്തിറക്കിയ നോവലാണ് മഞ്ഞ്. വ്യത്യസ്തമായ ജീവിതാവസ്ഥയും സ്ഥല പശ്ചാത്തലത്തെയും ആധാരമാക്കിയ ആഖ്യാനത്തിന്റെ പുതിയ മാനങ്ങൾ സാക്ഷാത്കരിക്കാൻ എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട്. വളരെ ദൈർഘ്യം കുറഞ്ഞ ഭാവകാവ്യത്തിന്റെ കാൽപ്പനിക ചാരുതയുള്ള നോവലാണ് മഞ്ഞ്. ഏകാഗിയായ മനുഷ്യന്റെ വിചാര ലോകങ്ങൾ, പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും നിറഞ്ഞ സുഖം, യാത്രയുടെയും തിരിച്ചുവരവിന്റെയും ഉൾത്താപങ്ങൾ, മഴയും പുഴയും മഞ്ഞും നിറഞ്ഞ പ്രകൃതി ഭംഗികൾ, കാവ്യാത്മകമായ ആഖ്യാന ശൈലികൾ തുടങ്ങിയ എല്ലാം ചേർന്ന മഞ്ഞ് മലയാളത്തിലെ അനുപമമായ നോവലായി വേർതിരിഞ്ഞു നിൽക്കുന്നു. എഴുത്തുകാരൻ സൃഷ്ടിച്ച ഓരോ കഥാപാത്രവും മലയാള ഭാഷയും സാഹിത്യവുമുള്ള കാലത്തോളം കാലാതിവർത്തിയായി നിലനിൽക്കും. വരും, വരാതിരിക്കില്ല എന്ന പ്രതീക്ഷയിലേക്ക് മലയാളികളെ തുറന്നുവിട്ട നോവലാണ് മഞ്ഞ്. MT ഒരു പാഠപുസ്തകമാണ്. എഴുതേണ്ടതെങ്ങനെ, അതിനുള്ള നിലമൊരുക്കേണ്ടതെങ്ങനെ, എഴുത്തിന്റെ സാമൂഹിക കടമ എന്ത് എന്നെല്ലാം ആ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സാഹിത്യരംഗത്തേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളും വായിച്ചിരിക്കണം MTയുടെ പുസ്തകം. MT ഒരു കാലമായിരുന്നു. ആ കാലത്തോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞ നാം ഭാഗ്യവാന്മാരാണ്. നന്ദി, നമസ്കാരം.